Watch full episodes on Jio Hotstar. അങ്ങോട്ട് നോക്ക്, ഇവിടെ ആരോ താമസിക്കുന്നുണ്ട്. നമുക്ക് അവരോട് ഹെൽപ്പ് ചോദിക്കാം. ഇവിടെ എന്തായി സംഭവിക്കുന്നേ? എക്സ്ക്യൂസ് മീ, സോറി സോറി. എനിക്കിനി തോന്നിയതായിരിക്കോ അകത്ത് ചെറിയമ്മ നിൽക്കുന്നതായിട്ട്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കണ്ടാ തോന്നും എന്റെ പുറകിൽ ചെറിയമ്മ നിൽക്കുന്നുണ്ടെന്ന്. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇത് കാണുമ്പോ എന്റെ പുറകിൽ ചെറിയമ്മ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോവാ. നിന്റെ പുറകിലല്ല, നിന്റെ മുന്നില്. കാണിച്ചു തരാം നിന്നെയൊക്കെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ പോണേന്ന്. അത് ഞാനല്ല നിന്നോട് ചോദിക്കേണ്ടത്. ഞാൻ ഇങ്ങനെ എവിടെ എത്തിയത്? ഇത് ഏതാ ഈ സ്ഥലം? പെട്ടെന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ ചെറിയമ്മ ഞാൻ എല്ലാം പറയാം, എല്ലാ സത്യവും പറയാം. അതുണ്ടല്ലോ. ചെറിയമ്മേ, ആ നിധി ആ മിസ്റ്റർ ചംകൂന്റെയാണ്. നമ്മളത് എടുത്തു കൊടുത്താൽ അവര് നമുക്ക് കാശ് തരും. ആദ്യം നമുക്ക് ആ നിധി അങ്ങ് കണ്ടുപിടിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞ് തീരുമാനിക്കാം. എന്ത് പറയുന്നു? ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ പോയി വേറൊരു കാറ് പറ. നമുക്ക് പോയി ആ നിധി അന്വേഷിക്കാം. എന്റെ നടു. ബോസ്, അത് ജട്കയുടെ കാറാണ്. മാത്രവുമല്ല അത് പറക്കുന്നതുമാണ്. ജോണായിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എന്റെ പൊന്നു മോൻ ഇങ്ങ് അടുത്തേക്ക് വാ, വണ്ടി വരുന്നതിന് മുന്നേ. നിർത്തോ, വണ്ടി ഒന്ന് നിർത്തോ. സാറുമാരെ, എന്റെ കുഞ്ഞിന് ഒട്ടും തന്നെ സുഖമില്ല. ഹായ് ഹായ്, എന്ത് നല്ല ഭംഗിയുള്ള കൊച്ചോ, താടിയുള്ള കൊച്ചോ. ഇത് ജോണാണല്ലോ. നീ എന്റെ ജോണിനെ എടുത്ത് എറിഞ്ഞോ? ഞാനിപ്പോ നിന്നെ കാണിച്ചു തരാം. മമ്മിയല്ല, എന്റെ ചെറിയമ്മ നിങ്ങളെ രക്ഷിക്കൂ. ചെറിയമ്മ നല്ല അടിപൊളി ടീമാ. എന്റെ രോഗികളാണ് സത്യം. അവരെന്റെ കാറുമായിട്ട് സ്ഥലം വിട്ടു. ജോൺ, നിക്ക്, അവിടെ നിക്ക്. ഇല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോ ശരിയാക്കി തരും. എടേ, പെട്ടെന്ന് കാറൊന്ന് പറപ്പിക്ക്, ഇല്ലെങ്കിൽ ചെറിയമ്മ നമ്മളെ പറപ്പിക്കൂ. വേഗം. ഏത് പറ്റില്ല ബോസ്? ഇതാണോ? ഞാൻ നിന്റെ ചെറിയമ്മയല്ലേ പറയുന്നേ? അവിടെ നിക്ക്, എന്നെ ഇട്ടിട്ട് പോവല്ലേ. ബൈ ബൈ ചെറിയമ്മേ. എന്താ പറ്റിയത്? ഈ കാറ് പറക്കുന്നതാണ്, പിന്നെ നിങ്ങൾ എന്താ പറപ്പിക്കാതിരുന്നത്? റോട്ടിൽ കൂടെയല്ലേ പോയിക്കൊണ്ടിരുന്നത്? ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയല്ലേ. ഈ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോ നല്ല രസമല്ലേ മോട്ടു? എന്റെ പൊന്നു ചങ്ക്, എന്നെ ഇങ്ങനെ തല്ലരുത്. എന്റെ കയ്യിൽ ആ കാറിന്റെ റിമോട്ട് ഉണ്ട്. എന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറാൻ ആ കാറിന് സാധിക്കുകയില്ല. തരൂ, ആ റിമോട്ട് എന്റെ കൈ തരൂ. ഇപ്പൊ ഞാൻ എന്റെ കളി കാണിച്ചു തരാം. ഇനി ഞങ്ങളുടെ കാറുമായിട്ട് നീ പോവോ?
പറക്കാൻ വലിയ കൊതിയല്ലായിരുന്നോ? പറക്ക് പറക്ക്, എന്തിനാ കരയുന്നേ? പറന്നോളൂ. എന്തായി കാണിക്കുന്നത്? നേരെ ഓടിക്കണേ. നിനക്കൊന്നും പൈലറ്റിന്റെ ലൈസൻസേ കാണില്ലല്ലേ? അതിങ്ങട്ടാ, നിനക്ക് ശരിക്കും കാറ് മര്യാദക്ക് പറപ്പിക്കാൻ അറിയില്ല. ഇപ്പൊ ഞാൻ കാണിച്ചരാ ഈ കാർ എങ്ങനെ പറപ്പിക്കാന്ന്. ഹലോ ജോണി, ജോണി, എന്താ ബാബാ? നിന്റെ അച്ഛൻ ഞങ്ങളടുത്ത് വേഗം പോ, എന്നിട്ട് അവിടെ പോയി എല്ലാം കണ്ടുപിടിക്ക്. ബോസേ, ഈ കാർ ഞാനല്ല ഓടിക്കുന്നത്. അതിന് തോന്നുന്ന പോലെ പോവാ. എന്നെ മേളിൽ വന്ന് വീഴില്ലേ? എനിക്ക് ഈ വൃത്തിയില്ലാത്ത ഇഷ്ടമല്ല. ജോണി, ജോണി, സോറി ബോസേ, സോറി. സോറി ചെറിയമ്മേ, സോറി. എന്ത് ചെയ്ത് ഇത്രയും ചെളിയായി? ക്ലീനർമാരെ, എന്നെ ഒന്ന് വൃത്തിയാക്ക്, എന്നെ ഒന്ന് വൃത്തിയാക്ക്. നീ ചെറിയമ്മ ഇട്ടിട്ട് പോയില്ലേ? എത്ര ധൈര്യം ഉണ്ടായിട്ടാ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാനിപ്പോ ഇടിച്ച് ചമ്മന്തിയാക്കും. ഓ എന്റെ ചങ്കുകളെ, ഇത് കേടാ എന്നാ തോന്നുന്നത്. ഇതിന് പറക്കാൻ കഴിയില്ല, പക്ഷേ ഓടാൻ കഴിയുമല്ലോ. ഇനി പോടാ. അമ്മച്ചി അവന് തല്ല്, നല്ലോണം തല്ല്. ജോണിന് ഇത്ര അഹങ്കാരം. അമ്മച്ചിയല്ലേ തലച്ചിട്ടു പോയത്. കൊടുക്ക് നല്ലോണം ഇടി. നിന്നെ ഞാൻ എടോ നിക്കടോ, അവിടെ നിക്ക്. എന്റെ കയ്യിലെങ്ങാൻ നിങ്ങളെ കിട്ടിയാ നിങ്ങളെ ഞാൻ ചമ്മന്തിയാക്കും. എന്റെ അമ്മോ, എന്റെ ദേഹം മുഴുവനും വേദനിച്ചിട്ട് വയ്യേ. ഏതോ ഒരു കാറ് വരുന്നുണ്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ്, കാർ ഒന്ന് നിർത്ത. ബോക്സർ ഏട്ടാ, ഞങ്ങൾക്ക് ക്രിസ്മസ് മൗണ്ടൻ വരെ ഒന്ന് പോണം. അവിടെ വരെ ഒന്ന് ലിഫ്റ്റ് തരാൻ പറ്റുമോ? അതിന് ക്രിസ്മസ് മൗണ്ടൻ ഇവിടുന്ന് ഒരുപാട് ദൂരെയാ. അതിനു മാത്രം സമയം എന്റെ കയ്യിലില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ബോക്സിംഗ് സ്കൂളിൽ എത്തണം. ഫൈനൽസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ബോക്സിംഗ് സ്കൂൾ തുടങ്ങുക എന്നത് എന്റെ സ്വപ്നമാണ്. എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയി ബോക്സിംഗ് പഠിക്കാൻ അവസരം കൊടുക്കണം. ബൈ. ഞങ്ങളെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾ ഒരു പങ്ക് തീർച്ചയായും തരും. പിന്നെ നിങ്ങൾക്ക് കുറെ ബോക്സിംഗ് സ്കൂൾ തുറക്കാലോ. എന്ത് പറയുന്നു? അതെങ്ങനെ? എല്ലാം ഒന്ന് തെളിച്ചു പറയൂ. ബോക്സർ ഏട്ടാ, സംഭവം ഇതാണ്. കിട്ടുന്നതിന്റെ 10% നിങ്ങൾക്ക് തരാം. പറയേ, എന്ത് പറയുന്നു ബോക്സർ ഏട്ടാ? ഇതൊക്കെ ആദ്യമേ പറയേണ്ടതല്ലേ? ഇപ്പോഴാണോ പറയുന്നത്? ഇനി ഞാൻ രാജ്യം മുഴുവൻ ബോക്സിംഗ് സ്കൂൾ തുടങ്ങി ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കും. നിങ്ങൾ എന്താ മിഴിച്ചുകൊണ്ട് നിൽക്കുന്നത്? എല്ലാവരും കേറിൻ വണ്ടിക്കകത്തോട്ട്. വേഗം വാ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ കാർ ഓടിക്കുകയാണോ അതോ കാളവണ്ടി ഓടിക്കുകയാണോ? ജോണിന് കണ്ടില്ലേ, നമ്മുടെ മുമ്പിൽ കയറി പോയി. അവരിപ്പോ ബോക്സറിന്റെ വണ്ടിയിലാണ്. ബോക്സർ ഇപ്പൊ അവരുടെ കൂടെ കൂടിന്നാ തോന്നുന്നേ. എന്റെ രോഗികളാണ് സത്യം. അവന്മാർക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എന്റെ കയ്യിലും കാറാ ഉള്ളത്, അല്ലാതെ കാളവണ്ടി അല്ല. അറിയാമോളെ?
ജഡ്ക ഇന്നേ വരെ എന്തെങ്കിലും ഒരു കാര്യം നേരെ ചൊവ്വേ ചെയ്തിട്ടുണ്ടോ? വരൂ, വല്ലതും കഴിച്ചിട്ട് വരാം. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പും. അതെ, എനിക്കും വല്ലാത്ത ദാഹം തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജോണിനേക്കാളും മുമ്പിലാണ്. വാ, നമുക്ക് കഴിച്ചിട്ട് പോകാം. എന്റെ ചേട്ടാ, ഒന്ന് വേഗം കൊണ്ടുപോവാ. വിശന്നിട്ട് കുടല് കരിയുന്നു. ബോക്സറേട്ടാ, കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ സ്വപ്നം എന്റെ സ്വപ്നമായി പോയി. ഞാനും ചിന്തിക്കുമായിരുന്നു ബോക്സിംഗ് സ്കൂൾ തുടങ്ങി കുട്ടികളെ ബോക്സിംഗ് പഠിപ്പിക്കണമെന്ന്, അതും ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെന്ന്. പക്ഷെ ആ സ്വപ്നം നടക്കുമെന്ന് തോന്നുന്നില്ല. എന്ത് പറ്റി? കണ്ടില്ലേ, ബോട്ട് പത്ലു കസീട്ടാറാം ജഡ്ക അവര് നീതി തപ്പി അങ്ങോട്ട് പോവാ. എനിക്ക് ഒറ്റയ്ക്ക് അവരെ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഴുവൻ നിധി അവന്മാര് തന്നെ കൊണ്ടുപോകും. എന്റെ സ്വപ്നം നടക്കില്ല. എന്റെ സ്വപ്നം ആർക്കും തകർക്കാൻ പറ്റില്ല. അവരുടെ എല്ലാ കള്ളക്കളികളും ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട്. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. കാണിച്ചു കൊടുക്കാം. കള്ളന്മാരെ, എന്റെ കടയിൽ വന്ന് ഗുണ്ടായുസം കാണിക്കാനാണ് പരിപാടി. കാണിച്ചു തരാം. എന്റെ അമ്മച്ചി, എന്റെ കട ഒന്ന് രക്ഷിക്കണോ സാറേ? പൊളിച്ചെടുത്തല്ലോ മമ്മി, രക്ഷിക്കണേ. ബോക്സേട്ടാ, ഒന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട. പൊളിച്ചെടുത്തല്ലോ. മോട്ടുപത്ലു, നിങ്ങളത് എവിടെയാണ്? ഇപ്പൊ ശരിക്കും മനസ്സിലായി നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഞങ്ങളുടെ പണി കഴിഞ്ഞു, ഇനി ഞങ്ങള് പോയിക്കോട്ടെ. ഈ ജോണായിരിക്കും ഡോൺ. എന്റെ പൊന്നു ബോക്സിംഗ് ബ്രോ, ഞങ്ങള് നിന്നെ അനുസരിച്ചോളോ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞങ്ങൾ അതുപോലെ ചെയ്യാം. ഇവിടെ നിന്ന് അനങ്ങി പോവരുത്. അനങ്ങിയ വിവരം അറിയും. താങ്ക് യു. നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണോ. എന്താ പൊളിക്കടുത്തല്ലോ. ഇത് എവിടുന്ന ഒരു കരിഞ്ഞ മണം വന്നോണ്ടിരിക്കുന്നേ? നമ്മുടെ പുറകെ തീ കത്തുന്നതാണ് ചങ്കേ. ഇവിടുന്ന് ഇറങ്ങിയാൽ ആ ബോക്സർ നമ്മളെ തല്ലുകയും ചെയ്യും. എണീറ്റില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. മമ്മി, രക്ഷിക്കണേ. രക്ഷിക്കണേ മമ്മി. മോട്ടു എന്റെ പുറകില് വാ. മതി, ഇപ്പൊ തന്നെ ഒരുപാടായി ബോക്സർ. വരൂ, ഇനിയൊരു കൈ നോക്കാം. ഇനി ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് പോലും പറ്റില്ല. നിൽക്കണടാ, നിൽക്കാൻ അവിടെ. എവിടെ പോയി രണ്ടും?
പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. അരുത് അരുത്. അയ്യോ എന്റെ കട, എന്റെ കട മൊത്തത്തിൽ തകർന്നു കളഞ്ഞല്ലോ. ഞാൻ പോലീസിന്റെ അടുത്തേക്ക് പോവും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നോയിക്കോ, ഞാൻ പോലീസിനെ വിളിക്കും. ഇപ്പം തന്നെ വിളിക്കും. പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ദോ അങ്ങോട്ടാണ്. എന്നാൽ അങ്ങോട്ട് പൊക്കോ. സാറേ, അയാൾ ഹെൽപ്പ് ചോദിക്കുന്നു. ഹലോ. എന്റെ അമ്മോ, അവൻ ഭൂമിയിലൊന്നും ഇറങ്ങാതെ എങ്ങനെ അവനെ സഹായിക്കാൻ കഴിയും? എന്റെ പൈശാചികമായ ബുദ്ധിയിൽ മാരകമായ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇനി വോട്ട് പത്തിലൂര് മുന്നോട്ട് പോവാൻ കഴിയില്ല. എന്തേലും ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യ. നമുക്ക് ഇവിടെ നിന്ന് വേഗം പോവാം. ഇല്ല, ഇടിച്ച് ഞാൻ നിന്നെ ഇപ്പൊ ചമ്മന്തിയാക്കും. നീയൊക്കെ എന്നെ കളിയാക്കാറായോ? ഇല്ല, ഞാനുണ്ടല്ലോ. ഇതെന്നാ പിടിച്ചോ, ഇന്ന് പിടിച്ചോ. മേലെ നീ എങ്ങനെ എന്നെ കളിയാക്കിയല്ല. ഇപ്പൊ ഇവിടെ പാലമില്ല. ഇനി എങ്ങനെ പോകും ബോട്ട് പത്തലു? ബൈ ബൈ ബോട്ട് പത്തലു. ഇതാണോ നിന്റെ പൈശാചികമായ ബുദ്ധിയിൽ തോന്നിയ മാരകമായ ഐഡിയ? നിനക്ക് ഒരു പണി പോലും നേരെ ചൊവ്വേ ചെയ്യാൻ അറിയില്ല. ആ നിധി എങ്ങനെ അവന്മാര് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് ഞാനെന്ന് കാണിച്ചു തരാം. എന്റെ പൊന്നു ചെറിയമ്മ, എന്നോട് ക്ഷമിക്കണം. അറിയാതെ ഒരു തെറ്റ് പറ്റി പോയതാ. സഹായിക്ക, വണ്ടി ഒന്ന് മേലേക്ക് എടുക്കണേ. ചെറിയമ്മ വെള്ളത്തിൽ പോയേ, ചെറിയമ്മ വെള്ളത്തിൽ പോയേ. ബോസ് ബോസ്, കരയണ്ട പ്ലീസ്. ഇത് സന്തോഷത്തിന്റെ കണ്ണീരാണ്, ആനന്ദ കണ്ണീര്. ആ ദുരന്തത്തിന്റെ കയ്യിൽ നിന്ന് നമ്മള് രക്ഷപ്പെട്ടില്ലേ? നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ തോന്നുന്നു എന്റെ പുറകില് ചെറിയമ്മ ഉണ്ടത്. ബോസ് ബോസ്, നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഉറപ്പായിട്ട് തോന്നുന്നു എന്റെ പുറകില് ചെറിയമ്മ ഉണ്ടെന്ന്. ചെറിയമ്മ രക്ഷപ്പെട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.
ഭയങ്കര ചിരിയുണ്ടല്ലോ, ഭയങ്കര Watch India's largest kids library only on Jio Hotstar. Download the app now.